നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. HSA ഹിന്ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. അമൃതലാൽ നാഗർ का कौन सा उपन्यास महाकवि सूरदास पर आधारित है? ऑप्शंस बूंद और समुद्र, घंजन नयन, अमृत और विष, मानस का हंस. കറക്റ്റ് ആൻസർ ഘഞ്ചൻ നയനാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗോദാൻ ഉപന്യാസ് में शिक्षक पात्र कौन है? അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾ ഉത്തരം ഗസ് ചെയ്തോളൂ. ഓപ്ഷൻ എ മിസ്റ്റർ ഖന്ന, ബി മിർസ ഖുർഷേദ്, സി ഓങ്കാരനാഥ്, ഓപ്ഷൻ ഡി മെഹത്ത. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മെഹത്ത ആണ്. മെഹത്തയാണ് ശിക്ഷക പാത്ര. അടുത്ത ചോദ്യം. मैं काम कर रहा था इसमें कौन सा काल है? അപ്പോൾ ഏത് കാലമാണ് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ താത്കാലിക വർത്തമാൻ കാൽ, ഓപ്ഷൻ ബി അപൂർണ ഭൂതകാൽ, ഓപ്ഷൻ സി ആസന്ന ഭൂതകാൽ, ഓപ്ഷൻ ഡി സന്ദിഗ്ധ വർത്തമാൻ കാൽ. അപ്പോൾ തന്നെ നമുക്കറിയാം രഹാദ അല്ലേ, രഹ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അപൂർണ്ണമായിരിക്കുമെന്ന്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? അപൂർണ ഭൂതകാലാണ്. ഓപ്ഷൻ ബി അപൂർണ ഭൂതകാൽ. അടുത്ത ചോദ്യം. दिनकर के किस ग्रंथ में युद्ध और शांति का संदेश मिलता है? ऑप्शन ए उर्वशी, ऑप्शन बी कुरुक्षेत्र, ऑप्शन सी हुंगार, ഓപ്ഷൻ ഡി രശ്മിരഥി. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ ബി കുരുക്ഷേത്രാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇത് റിപ്പീറ്റായി കാണാറുള്ളതാണ്. സിന്ധി ഭാഷ കാ വികാസ് അപഭ്രംശ की किस बोली से माना गया है? ऑप्शन ए ब्राजल, ऑप्शन बी पैशाजी, ഓപ്ഷൻ സി മാഗധി, ഓപ്ഷൻ ഡി അർദ്ധമാഗധി. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ബ്രാജഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഹിന്ദി में तुलनात्मक आलोचना का सूत्रपात किसने किया? അതിൻ്റെ ഓപ്ഷൻസ്. ഓപ്ഷൻ എ രാംവിലാസ് ശർമ്മ, ഓപ്ഷൻ ബി നന്ദദുലാരെ വാജ്പേയി, ഓപ്ഷൻ സി രാംചന്ദ്ര ശുക്ല, ഓപ്ഷൻ ഡി പത്മസിംഗ് ശർമ്മ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി പത്മസിംഗ് ശർമ്മ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. निम्नलिखित में से डॉक्टर नगेंद्र का ग्रंथ कौन सा है? ऑप्शन ए साहित्य दर्पण, ऑप्शन बी रस सिद्धांत, ऑप्शन सी रसंग रंजन, ഓപ്ഷൻ ഡി രസമീമാംസ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി രസസിദ്ധാന്താണ് ഡോക്ടർ നഗേന്ദ്രൻ്റെ ഗ്രന്ഥം. അടുത്ത ചോദ്യം. भारतीय संविधान के किस अनुच्छेद में यह उल्लेख है कि संघ की राजभाषा हिंदी और लिपि देवनागरी होगी? ഇത് നമ്മൾ കാണാറുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ അനുച്ഛേദ് 343, ഓപ്ഷൻ ബി അനുച്ഛേദ് 344, ഓപ്ഷൻ സി അനുച്ഛേദ് 345, ഓപ്ഷൻ ഡി അനുച്ഛേദ് 346. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ അനുച്ഛേദ് 343 ഇത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം. രാജ്ഭാഷാ നിയം കബ് പാരിത് ഹുവ? ഓപ്ഷൻ എ 1963,
ഓപ്ഷൻ ബി 1976, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1962. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1976 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, निष्पत्ति का अर्थ अभिव्यक्ति किस आचार्य ने माना है? ऑप्शन ए अभिनव गुप्त, ऑप्शन बी मम्मट, ऑप्शन सी लोलट, ऑप्ഷൻ ഡി രുദ്രട്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അഭിനവ് ഗുപ്താണ്. ഉടനെ തന്നെ അടുത്ത MCQ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്ര ആൻസർ കറക്റ്റാക്കിയെന്ന് കമൻറ്റ് ചെയ്യണേ. അത് നമുക്ക് വീഡിയോ ഇടാനൊരു പ്രചോദനമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.